കുട്ടികളെ. പ്രഹസ്തന്റെ മരണശേഷം രാവണൻ നേരിട്ട് വന്ന് വാനരപ്പടയെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ യുദ്ധത്തിന് തയ്യാറായത് വരെയുള്ള കഥയാണ് കഥമുത്തശ്ശി പറഞ്ഞത്. പിന്നീട് എന്താണെന്നറിയണ്ടേ കുട്ടികൾക്ക്? ശ്രീരാമന്റെ ഉപദേശവും അനുഗ്രഹവും ഒക്കെ വാങ്ങി ലക്ഷ്മണൻ വേഗം യുദ്ധത്തിന് തയ്യാറായിട്ടങ്ങോട്ട് എത്തി. അപ്പോഴേക്കും നമ്മുടെ സാഹസികനായിട്ടുള്ള ഹനുമാൻ ഈ വാനരപ്പടയുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ട് വേഗം രാവണന്റെ രഥത്തിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തും. ഹനുമാൻ രാവണനോട് പറയാണ്, നിങ്ങൾ ദേവന്മാരെയും യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷെ വാനരന്മാരുടെ അടുത്ത് നിങ്ങൾ ഇതുവരെ യുദ്ധത്തിന് വന്നിട്ടില്ല. അപ്പം വാനരന്മാരെ എതിരിടാൻ നിങ്ങൾക്ക് ഒട്ടും എളുപ്പാവില്ല. എൻ്റെതേ ഈ ഒരിടത്തെ കൈ മാത്രം മതി നിങ്ങളെ കൊല്ലാൻ എന്ന് പറയും ഹനുമാൻ. കേൾക്കുമ്പോൾ രാവണൻ അങ്ങോട്ട് ദേഷ്യം വരും. രാവണൻ പറയും, എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ കാണട്ടെ, എന്നാൽ എന്നെ ഒന്ന് അടിച്ചു നോക്കൂ എന്ന് പറയും രാവണൻ. രാക്ഷസ രാജാവിനെ അടിച്ച ഒരു കുരങ്ങൻ എന്നുള്ള കീർത്തി കിട്ടും എന്ന് പറഞ്ഞ് ഹനുമാനെ അങ്ങോട്ട് കളിയാക്കും നമ്മുടെ രാവണൻ. കേൾക്കുമ്പോൾ ഹനുമാന് ദേഷ്യം വരും. ഹനുമാൻ പറയും, നിങ്ങളുടെ ഒരു മകൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് മരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും രാവണനോട്. ഹനുമാൻ ആദ്യം സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ പോയപ്പോൾ അക്ഷകുമാരൻ എതിരിടാൻ വന്നപ്പോൾ അക്ഷകുമാരനെ കൊന്നു അല്ലേ? ആ കഥയാണ് ഹനുമാൻ ഇപ്പോൾ ഇവിടെ പറയണത്. രാവണൻ്റെ മകനായിരുന്നു അക്ഷകുമാരൻ. ഹനുമാന്റെ ചോദ്യം കേൾക്കുമ്പോൾ രാവണൻ ഒന്നും കൂടി അങ്ങോട്ട് ദേഷ്യം വരും. എന്നിട്ട് ആ ദേഷ്യത്തിൽ രാവണൻ തൻ്റെ ഗദ കൊണ്ട് തൻ്റെ ശക്തി മുഴുവൻ എടുത്ത് ഹനുമാന്റെ നെഞ്ചിൽ ഊക്കോടുകൂടി ഒരു അടി അങ്ങോട്ട് കൊടുക്കും. ഹനുമാൻ അതുകൊണ്ടൊന്നും വല്ല കുലുക്കമുണ്ടോ? ഹനുമാൻ വേഗം തിരിച്ച് തൻ്റെ കൈ അങ്ങോട്ട് ചുരുട്ടി രാവണന് നല്ലൊരു ഇടി നെഞ്ചു നോക്കിയിട്ട്. രാവണനാണെങ്കിലോ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ചു പോവില്ലേ, അതുപോലെ തെറിച്ചങ്ങോട്ട് വീണു. ഈ രാവണന് നല്ല ശക്തിമാൻ തന്നെയാണ് കേട്ടോ. എന്നിട്ടും ഒന്നും പറ്റുമൊന്നുമില്ല രാവണന്. രാവണൻ വേഗം അങ്ങോട്ട് എഴുന്നേൽക്കും. എന്നിട്ട് പറയും, ആ എനിക്ക് പറ്റിയ എതിരാളി തന്നെയാണ് ഹനുമാൻ എന്ന് പറയും. നല്ല ശക്തിയുണ്ട് ഹനുമാൻ എന്ന് പറയും. അപ്പം ഹനുമാൻ പറയേ, അയ്യോ എനിക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല, അത്ര ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ മരിച്ചു പോയേനെ എൻ്റെ ആദ്യത്തെ ഇടിയിൽ തന്നെ. ഒരു കാര്യം ചെയ്യൂ, എന്നെ ആദ്യം ഒന്നും കൂടി ഒരു ഇടി ഇടിക്കൂ, അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ശക്തി എന്താന്നുള്ളത് എന്ന് പറയും ഹനുമാൻ രാവണനോട്. ഇത് കേൾക്കുമ്പോഴോ രാവണന് ഭയങ്കരമായിട്ട് ശുണ്ഠി വരും. രാവണൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഹനുമാൻ ഒരു അടി അങ്ങോട്ട് വെച്ചു കൊടുക്കും. ആ അടിയിൽ ഹനുമാൻ ചെറുതായിട്ടൊന്ന് വീഴാൻ പോവും. വേഗം എഴുന്നേറ്റ് തിരിച്ച് രാവണനെ ഇടിക്കാൻ നോക്കുമ്പോഴത്തേക്കും രാവണൻ അവിടുന്ന് പോയിട്ടുണ്ടാവും. രാവണൻ വേഗം നീലൻ്റെ അടുത്തേക്ക് എത്തും. നീലൻ്റെ അടുത്ത് ചെന്ന് കുറേ അസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും നീലൻ്റെ നേർക്ക്. അപ്പോഴേക്കും നമ്മുടെ ഹനുമാൻ വേഗം അങ്ങോട്ട് എത്തും. എന്നിട്ട് പറയും, ഒരാളോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അയാളെ എതിരിടാണ്ട് വേറെ ആൾക്കാരുടെ അടുത്ത് പോവാണോ? തൽക്കാലം എന്തായാലും രക്ഷപ്പെട്ടു, ഇനി എൻ്റെ മുമ്പിൽ വന്നാൽ ഇനി ഇതാവില്ല സ്ഥിതി എന്ന് പറയും ഹനുമാൻ. വാനരപ്പടയുടെ സേനാപതിയായിട്ടുള്ള നീലൻ എന്താ ചെയ്തതെന്നോ, ഒരു വലിയ പാറക്കഷ്ണം പൊക്കിയെടുത്ത് ഈ രാവണൻ്റെ നേരെ അങ്ങോട്ട് എറിഞ്ഞു. അതിനെയാണെങ്കിൽ രാവണൻ തിരിച്ചൊരസ്ത്രം എഴുത് ആ പാറക്കഷ്ണത്തിനെ അങ്ങോട്ട് തവിട് പൊടിയാക്കി. ഇത് കണ്ടിട്ട് നീലൻ എന്ത് ചെയ്തു, വീണ്ടും വലിയ മരങ്ങളൊക്കെ പിഴുതെടുത്ത് രാവണന് നേരെ അങ്ങോട്ട് എറിയാൻ തുടങ്ങി. രാവണനാണെങ്കിലോ അതൊക്കെ തൻ്റെ അസ്ത്രം കൊണ്ടിങ്ങനെ മുറിച്ചിടാനും തുടങ്ങി. അത് കഴിഞ്ഞ് നീലൻ്റെ നേർക്ക് തുരുതുരാന്നിങ്ങനെ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. നീലനപ്പം എന്താ ചെയ്തതെന്നോ, നീലൻ തൻ്റെ ശരീരം അങ്ങോട്ട് നല്ലോണം ചെറുതാക്കി. എന്നിട്ടോ രാവണൻ്റെ കിരീടത്തിലും വില്ലിൻ്റെ അറ്റത്തിലും പിന്നെ രഥത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി നീലൻ. രാവണൻ ഓരോ അസ്ത്രങ്ങൾ വിടുമ്പോഴത്തേക്കും നീലൻ അവിടുന്ന് ചാടി വേറൊന്നിൻ്റെ മുകളിലേക്ക് കയറും. അപ്പം സ്വന്തം കിരീടത്തിൻ്റെ മുകളിലേക്കൊക്കെയാണ്. അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി നീലൻ. ഇത് കണ്ട് ദേഷ്യം വന്ന രാവണനൊടുക്കം ആഗ്നേയാസ്ത്രം പ്രയോഗിക്കും നീലൻ്റെ നേർക്ക്. അഗ്നി ഭഗവാന്റെ മകനാണ് കേട്ടോ ഈ നീലൻ എന്ന് പറഞ്ഞ വാനരൻ. അപ്പം അതുകൊണ്ട് ഈ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചാലും ഈ നീലൻ്റെ മരിക്കൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മുട്ടുകുത്തി വീഴും, അത്രേ പറ്റുള്ളൂ നീലന്. വീണപ്പോഴത്തേക്കും രാവണൻ നേരെ ലക്ഷ്മണന്റെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു. ലക്ഷ്മണൻ എന്ത് പറയുന്നു, രാക്ഷസ രാജാവേ, നിങ്ങൾ ഈ വാനരന്മാരോട് നിങ്ങളുടെ ശക്തിയൊന്നും കാണിക്കാണ്ട് എൻ്റെ നേരെ കാണിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരൂ എന്ന് പറയും രാവണൻ.
ലക്ഷ്മണൻ. ഇത് കേട്ട് ദേഷ്യം വന്ന രാവണൻ ലക്ഷ്മണ നിന്റെ മരണം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന് നേരെ തുരുതുരാന്നിങ്ങനെ അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മണൻ അതിനെയൊക്കെ വഴി വെച്ച് തന്നെ തടുത്തു. അങ്ങനെ രണ്ടുപേരുടെയും ഇടയിൽ ഘോര യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. രാവണൻ അയച്ചിട്ടുള്ള അർദ്ധചന്ദ്രം, ഭല്ലം എന്നൊക്കെ പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട വലിയ വലിയ അസ്ത്രങ്ങളുണ്ട് കേട്ടോ. ഈ അസ്ത്രങ്ങളെയൊക്കെ ലക്ഷ്മണൻ ഇങ്ങനെ തകർത്തു. എന്നിട്ട് ലക്ഷ്മണൻ തിരിച്ച് നല്ലോണം തീയൊക്കെ പറക്കണ അസ്ത്രങ്ങൾ ഇങ്ങനെ രാവണന് നേരെ ഇങ്ങനെ തൊടുത്തു വിടാൻ തുടങ്ങി. അപ്പം രാവണനാണെങ്കിലോ അതിനെയൊക്കെ തിരിച്ച് വീണ്ടും അസ്ത്രമയച്ച് അതിനെയൊക്കെ തടഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല അസ്ത്രങ്ങളുമായിട്ട് ഇങ്ങനെ യുദ്ധം നടത്താൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ രാവണന് തോന്നി താൻ ഈ അയക്കണ അസ്ത്രങ്ങൾ കൊണ്ടൊന്നും ലക്ഷ്മണനെ കൊല്ലാൻ പറ്റുന്നില്ല. അത് വിചാരിച്ച് രാവണൻ വേഗം അതിശക്തമായിട്ടുള്ള ഒരു വേലെടുത്ത് ലക്ഷ്മണൻ്റെ നേർക്കങ്ങോട്ട് അയച്ചു. ലക്ഷ്മണൻ അതിനെ വഴി വെച്ച് തന്നെ തടയാൻ നോക്കി. പക്ഷെ ആ വേല് വന്ന് ലക്ഷ്മണൻ്റെ നെഞ്ചിലങ്ങോട്ട് കൊണ്ടു. വേല് വന്ന് കൊണ്ടപ്പോൾ ലക്ഷ്മണൻ അങ്ങോട്ട് നിലത്തേക്ക് വീണു. പക്ഷെ ഒന്നും പറ്റുമൊന്നുമില്ല കേട്ടോ ലക്ഷ്മണന് നല്ല ധൈര്യമാണ്. അപ്പോൾ ലക്ഷ്മണൻ വിചാരിക്കും ഞാൻ വിഷ്ണുവിൻ്റെ അംശമാണ്, ഞാൻ എന്തിനാ പേടിക്കണേ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒന്നും പിന്നെ ലക്ഷ്മണന് പറ്റില്ല. പക്ഷെ രാവണൻ അപ്പോഴേക്കും ഓടി വന്ന് ലക്ഷ്മണനെ പൊക്കിയെടുക്കാൻ നോക്കും. പക്ഷെ രാവണനുണ്ടോ പറ്റണു, വലിയ പർവ്വതമൊക്കെ എടുത്ത് പൊക്കണ ആളാണ്. പക്ഷെ ഈ ലക്ഷ്മണനെ ആ നിലത്തുനിന്നൊന്ന് പൊക്കിയെടുക്കാൻ രാവണൻ വിചാരിച്ചിട്ട് പറ്റിയില്ല. രാവണൻ ലക്ഷ്മണനെ പൊക്കിയെടുക്കാൻ നോക്കണത് കണ്ടപ്പോഴേ നമ്മുടെ ഹനുമാൻ വേഗം അങ്ങോട്ട് ഓടി വന്ന് പിന്നീന്ന് ആഞ്ഞൊരടി കൊടുത്തു രാവണന്. ഹനുമാന്റെ ഇടിയുടെ ശക്തിയിലേ രാവണൻ അങ്ങോട്ട് കമന്ന് വീണ് മൂക്കിന്നും വായേന്നും ഒക്കെ ഇങ്ങനെ ചോര വരാൻ തുടങ്ങി. രാവണൻ ബോധമില്ലാണ്ട് അങ്ങോട്ട് വീണു. ഇതൊക്കെ കണ്ടപ്പോൾ വാനരന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. അവരെല്ലാവരും കൂടി ആർത്തുല്ലസിക്കാൻ തുടങ്ങി. ഹനുമാൻ വേഗം ഈ ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തും. രാവണൻ നോക്കിയിട്ട് എത്രയായിട്ടും പൊങ്ങുണ്ടായിരുന്നില്ല. പക്ഷെ ഹനുമാൻ എത്ര നിഷ്പ്രയാസാന്നറിയോ ലക്ഷ്മണനെ അങ്ങോട്ട് എടുത്തത്. എന്നിട്ട് വേഗം ശ്രീരാമൻ്റെ അടുത്ത് കൊണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ രാവണന് ബോധമൊക്കെ തിരിച്ചു വരും. രാവണൻ വീണ്ടും യുദ്ധത്തിന് അങ്ങോട്ട് തയ്യാറാവും. ശ്രീരാമൻ പറയും ഇനി ഞാൻ പോവാം യുദ്ധത്തിന് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കും. അപ്പം നമ്മുടെ ഹനുമാൻ പറയും അങ്ങൊരു കാര്യം ചെയ്യൂ, എൻ്റെ ചുമലിൽ കയറിയിരിക്കൂ, ഞാൻ അങ്ങേയും എടുത്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് യുദ്ധം ചെയ്യാമെന്ന് പറയും. ആളുകൾ രഥത്തിലൊക്കെ ഇരുന്ന് യുദ്ധം ചെയ്യില്ലേ, അതുപോലെ ഈ ഹനുമാൻ വേഗം ശ്രീരാമനെ അങ്ങോട്ട് എടുത്ത് ചുമലിൽ വെച്ചു. എന്നിട്ട് ശ്രീരാമൻ തൻ്റെ അസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അങ്ങോട്ട് തയ്യാറായി. ഇത് കണ്ട രാവണൻ ഹനുമാൻ്റെ നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങിയിട്ടോ. പക്ഷേ ഹനുമാൻ ആ അസ്ത്രങ്ങൾ കൊണ്ടൊന്നും പറ്റിയില്ല. കാരണം ഹനുമാന് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ഉണ്ട് അല്ലേ, ഒരു അസ്ത്രം കൊണ്ടും ഒരാപത്തും ഉണ്ടാവില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഹനുമാന് ഒന്നും പറ്റിയില്ല. ശ്രീരാമചന്ദ്രൻ വളരെ ഉത്സാഹത്തോടുകൂടി രാവണനെ അങ്ങോട്ട് എതിരിടാൻ തുടങ്ങി. ശ്രീരാമൻ ആദ്യം രാവണൻ്റെ രഥത്തിൻ്റെ കുതിരയും സാരഥിയെയും ഒക്കെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ശ്രീരാമൻ രാവണന് നേരെ അസ്ത്രം അങ്ങോട്ട് തൊടുത്തുവിട്ടു. അതോടുകൂടി മുറിവേറ്റ രാവണൻ ബോധമില്ലാതെ വീണു. ശ്രീരാമൻ വേഗം എന്ത് ചെയ്തു രാവണൻ്റെ കിരീടം അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും രാവണൻ വീണ്ടും എണീറ്റു കേട്ടോ യുദ്ധത്തിന് തയ്യാറായിട്ട്. പക്ഷെ അപ്പം ശ്രീരാമൻ പറയും ഇപ്പം നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു, ഒരു കാര്യം ചെയ്യൂ, ഇന്ന് പോയി ക്ഷീണമൊക്കെ മാറ്റി നാളെ യുദ്ധത്തിന് വരൂ, അപ്പം ഞാൻ എൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാവണനോട് പറയും. ഇത് കേൾക്കുമ്പോൾ രാവണൻ ലജ്ജിച്ച് തല താഴ്ത്തി ലങ്കയിലേക്ക് തിരിച്ചു പോയി. ഇപ്പം ശ്രീരാമനും ലക്ഷ്മണനാണെങ്കിലോ ഈ യുദ്ധത്തിൽ മുറിവേറ്റ കുറേ വാനരന്മാരുണ്ടല്ലേ, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. ഈ രാമരാവണ യുദ്ധത്തിൻ്റെ കഥ എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവണില്ലേ? ബാക്കി കഥയായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം.